അങ്ങനെ ഒരു മെസ്സേജ് നൽകുക എന്നുള്ളതല്ല. ഇതിൻ്റെ ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സിനിമയിൽ മലയാളി യുവത്വത്തിൻ്റെ കഥ, യുവാക്കളുടെ കഥ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വരുന്ന സിനിമകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രണയം മാത്രമാവും. അവർ നേരിടുന്ന, അവരനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ പലപ്പോഴും എന്തെല്ലാം നടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ജയപ്രകാശ് എന്ന് പറയുന്ന കഥാപാത്രം ഈ യുവത്വത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ വിദ്യാസമ്പന്നനായ അല്ലെങ്കിൽ IT പ്രൊഫഷണലായിട്ടുള്ള അങ്ങനെ ഒരാളൊന്നുമല്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള നഗരത്തിലെ ഈ വൻകിട റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുടെ ഒരു കയ്യാളായി, അത്തരമൊരു സംഘത്തിൻ്റെ ഏറ്റവും പുറകിൽ നിൽക്കാൻ മാത്രം യോഗ്യതയുള്ള, എന്നാൽ ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ, മെറ്റീരിയൽ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് തോന്നുന്നത് സിനിമ പലപ്പോഴും കണ്ടില്ല എന്നിരിക്കുന്ന മലയാളി യുവത്വത്തിൻ്റെ മറ്റൊരു മുഖം തന്നെയാണ്. പിന്നെ ഇന്ത്യൻ റുപ്പി എന്ന പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ പണത്തെക്കുറിച്ച് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പൃഥ്വിരാജ് ആണ് ഈ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഒപ്പം ഒരു ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു വേഷമെന്ന് പറയുന്നത് തിലകൻ ചേട്ടനാണ് ചെയ്യുന്നത്. എനിക്കത് കുറച്ചു കാലമായതിന് ശേഷം തിലകൻ ചേട്ടനൊരു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം തേടി വരുന്നില്ലെന്ന് തോന്നി അടുത്ത കാലത്തായിട്ട്. ഇതിൽ അച്യുത മേനോൻ എന്ന കഥാപാത്രം നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. തിലകൻ ചേട്ടൻ സ്ക്രീനിൽ നമുക്ക് നൽകിയിട്ടുള്ള നല്ല കഥാപാത്രങ്ങളുണ്ട്. ആ പട്ടികയിൽ ചേർക്കാൻ പറ്റുന്ന പേര് തന്നെയായിരിക്കും ഈ കഥാപാത്രം. പിന്നെ സിനിമയെക്കുറിച്ച് പറയാൻ, ഓഗസ്റ്റ് സിനിമയുടെ ബാനറിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഓഗസ്റ്റ് സിനിമ നമുക്കറിയാം 2011 മലയാള സിനിമ പ്രേക്ഷകന് വളരെ വ്യത്യസ്തമായൊരു സ്ക്രീൻ എക്സ്പീരിയൻസ് കൊടുത്ത ഉറുമി എന്ന സിനിമയുടെ നിർമ്മാതാക്കളാണ്. പൃഥ്വിരാജ് കുമാറുണ്ട്, ഷാജി നടേശൻ, സന്തോഷ് ശിവൻ, അവരാണ് ആ കമ്പനിയുടെ നിയന്ത്രിക്കുന്ന ആൾ. അവരാണ് സിനിമ നിർമ്മിക്കുന്നത്. ഛായാഗ്രഹണം ആദ്യമായിട്ട് ഞാൻ ശ്രീ എസ് കുമാറുമായി ചേർന്ന് സിനിമ ചെയ്യുന്നത്. സംഗീതം എന്ന് പറയുമ്പോൾ 2 പാട്ടുകൾ ചിത്രത്തിൽ, അത് രണ്ടും ചെയ്യുന്നത് ഷഹബാസ് അമന. ഷഹബാസിനൊരു ഗസൽ സിംഗറായും അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര പിന്നണി ഗായകനായും മലയാളത്തിലെ ഒരു ശ്രോതാക്കളുടെ സമൂഹത്തിനറിയാം. പാട്ടുകൾ എഴുതുന്നത് ഒന്ന് മുല്ലനേഴി മാഷാണ്, ഒന്ന് VR സന്തോഷാണ്. ഇത്രയൊക്കെയാണ് സിനിമയെക്കുറിച്ച് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു ഒക്ടോബറിൽ തിയേറ്ററിലെത്തുന്ന രീതിയിലാണ് ഓഗസ്റ്റ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റ് കലാകാരന്മാരുടെ കൂട്ടത്തിൽ പറയേണ്ടുന്ന പേരുകളൊന്ന് മാമുക്കോയ, ടിനി ടോം, റീമ കല്ലിങ്കൽ, ബാബുരാജ്, കുറേയധികം കാസ്റ്റിംഗ് ഇനി ഫൈനലൈസ് ചെയ്യാൻ. പക്ഷേ ഇത്തവണ ക്യാപിറ്റോൾ ഇല്ല. സിനിമയുടെ നിർമ്മാണത്തിൽ ക്യാപിറ്റോൾ പങ്കുചേരുന്നില്ല. ഓഗസ്റ്റ് സിനിമയുടെ തന്നെ പൂർണ്ണമായും ഓഗസ്റ്റ് സിനിമയുടെ പ്രൊഡക്ഷനാണ് നിയന്ത്രിക്കുന്നത്.